ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള കുപ്പി, ബോട്ടിൽ, അതുപോലെ തന്നെ ഫ്ലാസ്കുകളിലൊക്കെ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കറ കുത്തിയ മാതിരി ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത് പോക്കിയെടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമുക്ക് ഫ്ലാസ്കിലേക്കായാലും ബോട്ടിലേക്കായാലും നമുക്ക് ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഒരല്പം കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ബോട്ടിൽ, ഫ്ലാസ്കിലൊക്കെ. പ്രത്യേകിച്ച് ഉള്ളിലുള്ള ഒരു വഴുവഴുപ്പ്, ചളിയൊക്കെ പോക്കിയെടുക്കാൻ കൈയെത്താത്ത സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് മൂടി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി നമുക്കൊന്ന് ഷേക്ക് ചെയ്യാം. നന്നായി ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷേക്ക് ചെയ്ത് ഏകദേശം 5 മിനിറ്റോളം നമുക്കിത് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങളിത് കഴുകിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ പോയിട്ടുണ്ടാവും, അഥവാ ആ കറകളൊക്കെ മാറും. അപ്പോൾ ഞാൻ നന്നായി അത് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ആ കറകളൊക്കെ നീങ്ങിയിട്ടുണ്ട്, ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഒന്ന് കമഴ്ത്തി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫ്ലാസ്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഫ്ലാസ്ക് കൊണ്ട് നമ്മൾ ചൂട് സൂക്ഷിക്കാനും തണുപ്പ് സൂക്ഷിക്കാനും ഉപയോഗിക്കാറുണ്ടെങ്കിലും മറ്റൊരു ഗുണം കൂടി ഇതിനുണ്ട്. അതായത് നമ്മുടെ എഗ്ഗൊക്കെ പുഴുങ്ങിയെടുക്കാൻ നമുക്ക് ഫ്ലാസ്ക് ഉപകരിക്കും കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് 1-2 ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് പതിയെ എഗ്ഗ് ഇട്ട് കൊടുക്കുക. അതായത് ഇതിപ്പോൾ ചെറിയൊരു ഫ്ലാസ്ക് ആയതുകൊണ്ട് തന്നെ എഗ്ഗ് ഇതിലേക്ക് പോവില്ല. ഇതിൻ്റെ തൊട്ട വലിപ്പമുള്ള ഫ്ലാസ്കിലൊക്കെ തീർച്ചയായും നമുക്ക് എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കോഴിമുട്ട നന്നായി പുഴുങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. അപ്പം ഈ കോഴിമുട്ട പുഴുങ്ങിയെടുക്കാൻ അതിനായി ഗ്യാസ് നമുക്ക് ലാഭിക്കാം. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, വലിപ്പമുള്ള ഫ്ലാസ്കിലാണ് പറ്റുകയുള്ളൂ. വെക്കുമ്പോൾ പതിയെ വെക്കാൻ ശ്രമിക്കുക, പൊട്ടി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.